പേജ് മറിച്ചോട്ടോ. അടുത്ത പേജ് നമ്മൾ ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും അറിയോ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷവും അതൊക്കെ ആർക്കെങ്കിലും അറിയോ? ഇല്ലേ? നിങ്ങളിത് എടുത്ത് പുസ്തകമൊക്കെ ഒന്ന് തുറന്നു നോക്കണം കേട്ടോ. വീട്ടിൽ ചെന്ന് ഇങ്ങനെ വീട്ടിൽ ചെല്ലുക, കടന്നുറങ്ങുക, വീണ്ടും നാളെ എണീക്കുക, വരിക, അങ്ങനെ ചെയ്യരുത് കേട്ടോ കുട്ടികളെ. നിങ്ങൾ ഇടയ്ക്ക് പുസ്തകമൊക്കെ ഒന്ന് വായിച്ചൊന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ കുറച്ച് സുഖമായാണ്. അപ്പം നമ്മൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഈ മോളുടെ ലിപ്സ്റ്റിക്കിന് കളറ് കൊള്ളാലോ, നന്നായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒരുങ്ങി എവിടുന്നാ? എന്താ ലിപ്സ്റ്റിക്കിന്റെ കളർ എന്താ? അതെ അല്ലേ? എവിടുന്നാ മേടിച്ചേ? ആണല്ലേ? ഞാൻ ഇപ്പോഴത്തെ കണ്ട് സ്റ്റുഡിയോ പോയിട്ട് ഞാൻ നല്ലൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചാണ്. എങ്ങനെയുണ്ട്? ഇപ്പൊ കൊള്ളാവോ? പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ കലക്കുമ്പോ പിന്നെ ഞങ്ങൾ എങ്ങനെയാ? ഞങ്ങളൊന്നും ഒരുങ്ങണ്ടേ? ശരി, അങ്ങനെയാണോടെ? സാറില്ല, ടീച്ചർമാർക്കൊക്കെ ഒരു വെറൈറ്റി പഠിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് പാടത്തേക്ക് പോവാം. നിങ്ങളിങ്ങനെ വഴി തിരിച്ച് പോകല്ലേ, നമുക്ക് പാടം കുറെ പോർഷൻസ് തീരാനുണ്ട്. നിങ്ങളിങ്ങനെ ബ്യൂട്ടി ഇതായിട്ട് ഇങ്ങനെ നടക്കില്ല കുട്ടികളെ, ഇടയ്ക്ക് പഠിക്കുകയും കൂടി ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം അത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. എടാ 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 കോൺസെൻട്രേറ്റ് എടാ, പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. നീ കമ്മൽ നോക്കിയാണോ ഇരിക്കുന്നേ? അതെ അല്ലേ? നീ ആദ്യം പഠിക്കും, എന്നിട്ട് നമുക്ക് ലവറിനൊക്കെ മേടിച്ചു കൊടുക്കാം കേട്ടാ. അപ്പൊ നമുക്ക് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. അപ്പോൾ അതാണ് ആറ്റിങ്ങൽ കലാപം. മനസ്സിലായോ ഇവിടെ ആർക്കെങ്കിലും? എന്താടെ ഒന്നും മിണ്ടാത്തേ? മനസ്സിലായി എന്ന് പറഞ്ഞാൽ ടീച്ചർ ചോദ്യം ചോദിക്കും, മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ വായിക്കാൻ പറയും. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്തോന്ന് എഴുതി നോക്കിയിരിക്കുന്നത്? SS പീരീഡ് ആണ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തോന്നത്? നിങ്ങൾക്ക് പഠിക്കൊന്നും വേണ്ടേ? എത്രകാലം പോഷൻ ബെല്ലടിച്ചു. ഓക്കെ, നമ്മൾ ക്ലാസ് നാളെ എടുക്കാം കേട്ടോ. മോളെ നീ ക്ലാസ് റൂമിലേക്ക് ഒന്ന് വരണം. ഈ ഹെയർ സ്റ്റൈൽ ഒന്നും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, നല്ല രസമുണ്ട്. നാളെ ഏത് കളർ സാരിയാ ടീച്ചറെ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ അത് നാളെ ഇട്ടോണ്ട് വരും പറയാം കേട്ടോ. അപ്പൊ ശരിയാണ്. അപ്പൊ എല്ലാവരും ഫസ്റ്റത്തെ പാഠം എടുക്കാം കേട്ടോ. ഫസ്റ്റത്തെ എന്തായിരുന്നു? കവിതയായിരുന്നു അല്ലേ? നമുക്കത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്കത് എക്സാമിന് വേണ്ടിയിട്ട് ഒന്ന് റിവിഷൻ ചെയ്യാം. ആരാണത് എഴുതിയത്? എന്താ കവിതേൻ്റെ പേരെന്തെന്ന്? എന്താ? ലക്ഷ്മണ സാന്ത്വനം. എടാ ശ്രദ്ധിച്ചിരിക്കണ ഇവിടെ ബുക്കിൽ നോക്ക്. ഒന്ന് വായിക്കാനും അറിയത്തില്ല. നീ ഇപ്പം എത്രാം ക്ലാസ്സിലെത്തിയെന്നത് നിന്റെ വിചാരം? ഒന്നും അറിയാണ്ട് അങ്ങ് കയറി അങ്ങ് വരും. ഇതുവരെ ഒന്നും ആർക്കും വായിക്കാനും എഴുതാൻ അറിയില്ലല്ലോ. ഇപ്പം ഞാൻ എല്ലാത്തിൻ്റെയും നിരത്തി പിടിച്ച ഒരെണ്ണം ഇവിടെ പപ്പ അടിക്കുന്നുണ്ടാവും. ശ്രദ്ധിച്ചിരിക്കത്തുമില്ല. എന്തോ അവിടെ പണി? ഇതൊന്നും നേഴ്സറി പിള്ളേരാ അങ്ങനെ അടി കൂടി ഇരിക്കാൻ? അമരയ്ക്ക് ഇത് ശ്രദ്ധിക്കുക കേട്ടോ. എക്സാമിന് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ശ്രദ്ധിച്ചിരിക്കേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ആദ്യം? വത്സ സൗമിത്ര കുമാര നീ കേൾക്കണം, മത്സരാന്ത്യം വെടിഞ്ഞെന്നോട്. എടാ ഇവിടെ നോക്കടാ, നീ ഇത് എങ്ങോട്ടാ നോക്കി പോകുന്നത്? ഇവിടെ ഇരിക്കേ. നീ അവിടെ പുറത്ത് ആരെങ്കിലും ഉണ്ടോ? അവിടെ എനിക്കറിയാൻ വേണ്ടി നോക്കത്. പുറത്ത് ആരെങ്കിലും ഉണ്ടോ? അവനവിടെ മര്യാദയ്ക്ക് ഇവിടെ ശ്രദ്ധിച്ചിരിക്കട്ടോ. പാരൻസ് മീറ്റിങ്ങിന് നിങ്ങളുടെ അച്ഛനെ ഞാനത് കാണുന്നുണ്ട്. അച്ഛനും അമ്മയോ ആരെ വരുന്നതെന്ന് വെച്ച് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. പറയണം, കുറച്ച് കൂടുന്നുണ്ട് എല്ലാവർക്കും. എന്നിട്ട് പറഞ്ഞിട്ടൊന്നും വേറെ ആൾക്കാരൊക്കെ സംസാരിക്കും നോക്ക്. ഒറ്റ എണ്ണത്തിലും ഒരു കോഴ്സിലും ഇല്ല. എടാ നിങ്ങൾക്ക് പഠിക്കൊന്നും വേണ്ട കുട്ടികളെ. നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ചിന്ത ഇല്ലേ? നിങ്ങൾ എന്തോന്നാ വിചാരിച്ചിരിക്കുന്നത്? വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണോ വിചാരിച്ചിരിക്കുന്നത്? അല്ല, ഇത് മലയാളം എത്ര സുഖം ആയതുകൊണ്ടാണോ? സുഖമാണെന്ന് വിചാരിച്ചോണ്ടാണോ നിങ്ങളൊന്നും പഠിക്കാതിരിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ട പൂജ കിട്ടുള്ളൂ. മലയാളത്തിലൊക്കെ ഒട്ട പൂജ എന്ന് പറഞ്ഞാൽ എന്തെന്നത്? നല്ല ആണക്കേടല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും ചാപ്റ്ററിൽ കിടക്കാം. ഇനി മിണ്ടാണ്ടിരുന്നേക്കണം കേട്ടോ. അല്ല, ഓക്കെ. വത്സ സൗമിത്ര കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നോടെ വാക്കുകൾ. നിന്നുടെ തത്വം. എടാ നിന്നോടൊക്കെ അല്ലേ പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും എന്ത് ഈ കേൾക്കാത്ത? പുറത്ത് നിന്റെ ആരെങ്കിലും ഉണ്ടോ അവിടെ? PT പിള്ളേരാണ് അത്. അവരെങ്കിലും ഒന്ന് കളിച്ചോട്ടെ അങ്ങോട്ട്. നിങ്ങൾക്ക് കളിക്കാനുള്ള നിങ്ങൾക്ക് കുറെ ഇതൊക്കെ കിട്ടിയതല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്ന്? നീ അവിടെ നോക്കിയിരുന്ന് വെള്ളം ഇറക്കി നിൽക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോണില്ല. മരയ്ക്ക് ഇരുന്നത് പഠിക്കാൻ നോക്കുക കേട്ടോ. എടാ നിന്നോടൊക്കെയല്ലോ പറഞ്ഞ് മിണ്ടാണ്ടിരിക്കടാ. ഞാൻ ഇതുവരെ ഇതുപോലത്തെ ഒരു പാച്ചിൽ ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മോശപ്പെട്ട പാച്ചത്. അതിൽ നിങ്ങൾ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികൾ അവരൊക്കെ കണ്ട് പഠിക്കണം നിങ്ങൾ. ഞാൻ വന്ന് ചാപ്റ്റർ എടുത്താൽ എനിക്കിപ്പോൾ ചാപ്റ്റർ തീരേണ്ട സമയം. ഇതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു തരേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളോട് ഞാനിവിടെ വന്നിട്ട് മിണ്ടാണ്ടിരിക്കണം എന്ന് മാത്രം പറയാനേ എനിക്കിപ്പോൾ നേരമുള്ളൂ. എന്തോന്നാ ഇതൊക്കെ? നിങ്ങൾക്ക് ഈ റിവിഷൻ ഒന്നും വേണമെന്നില്ലേ?
അല്ല എനിക്ക് വേണമെങ്കിൽ ഇത് റിവിഷൻ ഒന്നും എടുക്കണ്ടായിരുന്നു. എനിക്കിവിടെ ഒന്നും എടുക്കാണ്ട് പഠിപ്പിക്കാണ്ട് പോയാലും എനിക്കിവിടെ ശമ്പളം കിട്ടും. നിങ്ങളെ പഠിപ്പിച്ചിട്ട് അത് എൻ്റെ ആത്മാർത്ഥതയാണ് നിങ്ങളിങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പകുതി പോലും കാണിക്കുന്നുണ്ടെന്ന്. ഇതുപോലത്തെ ഒരു പാച്ചി എനിക്ക് വേറെ ക്ലാസ്സിൽ നിന്ന് വേറെ എടുക്കാന്നുള്ളത് കിട്ടിയതാ. എന്നിട്ട് ഞാൻ ചോദിച്ചെടുത്ത് എനിക്ക് എന്തിന്റെ കേടായിരുന്നു എനിക്ക് ഒന്നും. എല്ലാവരും മാത്സിന്റെ ബുക്ക് എടുക്കട്ടോ, വേഗം എടുക്കുക. ഇന്നൊരു ഇക്വേഷൻ ആണ്, അത് എല്ലാവരും 5 മിനിറ്റിനുള്ളിൽ പഠിച്ചിരിക്കണം. ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ആ ചാപ്റ്റർ ഫുള്ള് പോയിട്ടുണ്ട്. എളുപ്പമുള്ള ഇക്വേഷൻ കേൾക്കുമ്പോൾ പല ഇതായിട്ട് തോന്നും, പക്ഷേ എളുപ്പമുള്ള ഇക്വേഷൻ ആണ്, ചെയ്യാൻ എളുപ്പമാണ്. എല്ലാവരും പെട്ടെന്ന് അതുകൊണ്ട് ഇക്വേഷൻ പഠിക്കാം. എല്ലാവരും നോട്ട് എടുത്തേ, എന്നിട്ട് എഴുതിക്കോ. -b ± √(b² - 4ac / 2a. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒന്നുകൂടെ പറയാ ടീച്ചറെ. -b ± √(b² - 4ac / 2a. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ നേരത്തെ പ്രോബ്ലം ചെയ്തായിരുന്നു, ഇന്നലെ നമ്മൾ പ്രോബ്ലം ചെയ്തായിരുന്നു. അതെന്നിട്ട് ഞാൻ കുറേ ഇതിലോട്ട് നോക്കിയപ്പോൾ ഒരു കുട്ടിക്ക് ആ ഇക്വേഷൻ പോലും അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും 5 മിനിറ്റിനുള്ളിൽ ഈ ഇക്വേഷൻ പഠിച്ചേക്കണം. ഇല്ല, ഏതൊരാടെ അവിടെ ഇല്ലെന്ന് പറഞ്ഞേ? ഇക്വേഷൻ പഠിക്കാൻ പറഞ്ഞപ്പോൾ ഏതൊരാടെ അവിടെ പഠിക്കില്ല എന്ന് പറഞ്ഞേ? ഇപ്പോൾ ഒത്തിരി മിണ്ടുണ്ടായിരിക്കും അല്ലേ? ഇതാണ് കുഴപ്പം. നല്ല കാര്യത്തിൽ അങ്ങ് പറയുകയും ചെയ്യും, പിന്നെ ആരെങ്കിലും ദേഷ്യപ്പെട്ട ഒരു അക്ഷരം മിണ്ടത്തില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എൻ്റെ ആരാ ചെയ്തെന്ന് ധൈര്യമായിട്ടങ്ങ് പറയണം. അല്ലാണ്ട് ഒളിച്ച് നിന്ന് പാത്തും പറഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറയാനൊക്കെ പറ്റും. അടുത്ത പീരീഡ് എന്താ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അല്ലേ? ഞാൻ ടീച്ചറോട് ഇന്നലെ തന്നെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ ആയിട്ട്. നിങ്ങൾക്ക് എന്തായാലും കണക്കല്ലേ, മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ട് തന്ന് ഇവിടെ ആരും ഒന്നും ചെയ്യത്തില്ല, ഇങ്ങനെ ലാഗ് അടിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ മാത്സ് ഒക്കെ തീരാത്തത്. എത്രകാലം പോർഷൻസ് ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? ഓക്കെ ഇനിയും ബുക്ക് എടുത്തോട്ടോ, വേഗം എടുത്തോ, സമയം കളയണ്ട. ഇപ്പോൾ PT പീരീഡ് അല്ലേ നിങ്ങൾക്ക്? PT പീരീഡ് ആയതുകൊണ്ട് 10ാം ക്ലാസ് ഒക്കെയാണ്. ഇപ്പൊ കുറച്ച് സീരിയസ് ആയിരുന്നാലേ ഒരു PT ഉള്ളൂ. ഒരു PT 2 പിക്ചർ. നിങ്ങൾ ഇത്രയും നാള് PT കളിച്ചിട്ടല്ലേ വന്നേ, അതുകൊണ്ട് ഇനി മാത്സ് പഠിക്കേ. വാ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇതെന്തുവാണ് ഇത് പാടുന്നത്? നിങ്ങളിപ്പോ എത്രാം ക്ലാസ്സിൽ എത്തിയെന്ന് അറിയോ? നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെത്തി, എന്നിട്ട് ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങൾക്ക് ഈ നഴ്സറി കാര്യം ഉള്ളൂ. എപ്പോഴും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞേ. അപ്പൊ എല്ലാരും ബുക്ക് എടുത്തോട്ടോ, പോയാൽ പഠിക്കാം. How many roads must a man walk down before you call him a man? And how many seas must a white owl sail before she sleep in the sand? Yes, and how many times must the cannon bus fly before they're forever? നിങ്ങൾക്ക് പഠിക്കണമെന്നൊന്നും ഇല്ല കുട്ടികളെ. അല്ലേലേ മലയാളം പീരീഡ് മലയാളം മീഡിയം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ച് ബാക്കിലായിരിക്കും, അറിയാം. പക്ഷെ അത് ബാക്കിലാന്ന് വെച്ചാൽ അത് കൂടുതൽ ശ്രദ്ധിക്കണ്ടേ? അതും ഇല്ല. ഇങ്ങനെ വർത്താനം പറയാ, അല്ലെങ്കിൽ ഇത് കിടന്നുറങ്ങുക, എല്ലാത്തിനും തന്നെയാണ് പണി. അതാരാ? The answer, my friend, is blowing in the wind. The answer is blowing in the wind. അപ്പൊ എന്താണ് ആൻസർ? Blowing in the wind. യെസ്. ആരാ എന്ന് പറഞ്ഞേ? ഇതുവരെ ബ്ലാ ബ്ലാ പറഞ്ഞ ഞാനിപ്പോ ആരായി? ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അടുത്ത പീരീഡ് എന്തായിരുന്നു? അല്ല നേരത്തെ പീരീഡ് മാത്സ് അല്ലേ? തോന്നി എനിക്ക്. നിങ്ങൾ എല്ലാ പീരീഡും ഇങ്ങനെ ടീച്ചേഴ്സ് ആയണ്ടേ ആകെ ഇതിപ്പോ നമുക്ക് ഫ്രീ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റണ മലയാളം ലാംഗ്വേജിന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഞാനും കൂടി അങ്ങനെ ആയാൽ പിന്നെ നിങ്ങൾ എന്നെ ഇട്ട് തെറി വിളിക്കത്തേ ഉള്ളൂ അകത്ത് മനസ്സിൻ്റെ ഉള്ളിലേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വർത്താനൊക്കെ പറഞ്ഞു. എന്തായാലും ഇത് കഴിഞ്ഞു. നാളെ നമുക്ക് നോട്ട്സ് എഴുതാം കേട്ടോ. എല്ലാവരും നാളെ ഇംഗ്ലീഷിൻ്റെ നോട്ട് കൊണ്ടുവരണേ. ആയിക്കോട്ടെ. നാളെ എന്തായാലും നിങ്ങൾ പ്രൊഫൈൽ എഴുതിക്കൊണ്ട് വാട്ടോ. ബോബ് ടിലാൻഡ് പ്രൊഫൈൽ നിങ്ങളെല്ലാവരും നാളെ നോട്ടിൽ എഴുതിക്കൊണ്ട് വരണം. ഓക്കെ അല്ലേ? അപ്പോൾ ബെല്ലടിക്കാൻ എത്ര ടൈമുണ്ട്? 1 മിനിറ്റ്. 1 മിനിറ്റും കൂടി അല്ലേ ഉള്ളൂ അല്ലേ? സംസാരിച്ചിരുന്നു വന്നാ ഇവിടെ ആരെയും ശബ്ദം ഉണ്ടാക്കൂലല്ലോ. എനിക്ക് ആകെ ആശ്വാസം കിട്ടിയത് ലാംഗ്വേജിന്റെ പീരീഡാണ്. ഇപ്പൊ ഞാൻ പഠിക്കുമ്പോ അതുപോലും ഇല്ല. അയ്യോ, അല്ല മലയാളം ഇത്ര എളുപ്പമായോണ്ടാണോ നിങ്ങളൊന്നും പഠിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ? എന്തെങ്കിലും കിട്ടുമല്ലോ. ഇതറിയണം കേട്ടോ. നിങ്ങൾ എന്തോ അതൊന്നും വായിക്കാത്തേ? നമുക്കിത് പറയാല്ലേ, അസൈൻമെന്റിന്റെ വല്ല പ്രൊഫൈൽ അങ്ങനെ എഴുതിക്കൊണ്ടുവരാൻ പറയാനാണ്. ഇതിലൊക്കെ ചെയ്യാം. 1 2 3 4